നാരങ്ങ വെള്ളം ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ? ഈ ഒരു പൊള്ളുന്ന ചൂടിലും നോമ്പ് തുറക്കുന്ന സമയത്തും നമ്മുടെയൊക്കെ ശരീരവും മനസ്സും ഒരുപോലെ കൂളാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വെറും ഡ്രിങ്ക് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നല്ല തൂവെള്ള നിറമുള്ള കണ്ടാലെടുത്ത് കുടിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ ദാ നമ്മളിവിടെ 1.5 നാരങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അത്യാവശ്യം വലിയ നാരങ്ങയാണെങ്കിൽ 1 മതിയാകും. എന്നാൽ തന്നെ ഒരു 6-7 ഗ്ലാസ് വലിയ ഗ്ലാസ്സിന് തന്നെ റെഡിയാക്കാണ്ടാവും കേട്ടോ. അപ്പോൾ അതാ നാരങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളതിൻ്റെ നീര് ഇതാ ഒരു ബൗളിലോട്ടൊന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇനി നമ്മൾ മിക്സിയുടെ, ഞാനിവിടെ വലിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഇതിൽ വെച്ചിട്ട് തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാ ഇതുപോലെ ജ്യൂസിൻ്റെ ജാറ് നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവും. അതിലോട്ട് ഇതാ 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർക്കുന്നത്. തേങ്ങ ചിരകി ചേർക്കാം കേട്ടോ, ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് തന്നേ ഉള്ളൂ. പിന്നെ ഒരു 4 ഏലക്ക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകിൻ്റെ ചെറിയ കഷ്ണം. എരിവുള്ളതാണെങ്കിൽ നമുക്കറിയാമല്ലോ, അതിനനുസരിച്ച് ചേർത്താൽ മതി. എരിവിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കരുത്, ചെറിയൊരു എരിവ് കേട്ടോ. എല്ലാം കൂടി ആദ്യം നമുക്കിതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തണുത്ത വെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു നാരങ്ങയുടെ ഈ ഒരു ഡ്രിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നാരങ്ങയുടെ ജ്യൂസും ആവശ്യത്തിന് ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. കുറച്ച് ഐസ് ക്യൂബും ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് അങ്ങോട്ട് അടിച്ചെടുത്തോളാം കേട്ടോ. അപ്പോൾ നല്ല പതഞ്ഞ് പൊങ്ങി നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള ഡ്രിങ്ക് നമുക്ക് കിട്ടും. കണ്ടോ അതിൻ്റെ കളറ്? നല്ല തണുപ്പുണ്ട് കേട്ടോ. നോമ്പ് തുറക്കുന്നൊക്കെ സമയത്ത് ഇതുപോലെയൊക്കെ ഒരു ഗ്ലാസ് കിട്ടുകയാണെങ്കിൽ വല്ലാത്തൊരാശ്വാസം തന്നെയായിരിക്കും. ദാഹവും മാറും, ഒപ്പം നമ്മളെ ശരീരം കൂളാവുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് തേങ്ങയൊക്കെ നമ്മൾ ചേർത്തുകൊണ്ട് തന്നെ കണ്ടോ അതിൻ്റെ കട്ടി കാണുമ്പോൾ തന്നെ അറിയാം, നല്ല കട്ടി തന്നെ കുറേ സമയം ഇരിക്കും കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് ഇനി മുകളിൽ പൊങ്ങി നിൽക്കുമോ അങ്ങനെയൊന്നും ടെൻഷൻ ആവണ്ട. ലാസ്റ്റ് വരെ കണ്ടു നോക്കുമ്പോൾ നമുക്കറിയാം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഇനി ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ ആ ഒരു തേങ്ങയുടെ ചണ്ടി ഉണ്ടാവും, മുളകും ഇഞ്ചിൻ്റെയൊക്കെ ചണ്ടിയൊക്കെ നന്നായിട്ട് തന്നെ പിഴിഞ്ഞ് ജാറിലോട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടി ഷേക്ക് ചെയ്തിട്ട് അതുകൂടി നമുക്ക് ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട്. സിമ്പിളല്ലേ, നല്ല രുചിയുണ്ട് കേട്ടോ അത് കുടിക്കാനായിട്ട്. ഇനിയിപ്പോൾ പച്ചമുളകൊക്കെ ചേർത്തുകൊണ്ട് കുറേ എരിവുണ്ടാവുമോ, ഇഞ്ചി ചേർത്തുകൊണ്ട് എരിവുണ്ടാവുമോ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ എല്ലാം നല്ല ഏലക്ക ഞാനൊരു 4 ചേർത്ത് നല്ലൊരു ഫ്ലേവറിനും, പിന്നെ ഇഞ്ചിയൊക്കെ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, ഒത്തിരി ചേർത്ത് പോകരുത്. ഒരു ചെറിയ കഷ്ണം അത്ര മാത്രം മതി. അപ്പോൾ അത് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളെ അടിപൊളി ജ്യൂസ്. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. മധുരം ഇല്ലാതെ കുടിക്കാൻ നല്ല രുചിയുണ്ട്, തേങ്ങാപ്പാലല്ലേ. തേങ്ങയുടെ ആ ഒരു പാലും ഇച്ചിരി നാരങ്ങയും എരിവും ഒക്കെ കൂടിയിട്ട്. പിന്നെ ഇതുപോലെയുള്ള ഡ്രിങ്ക് ഒരിച്ചിരിയെങ്കിലും മധുരം വേണം, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. കുറച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും പൊതുവെ പഞ്ചസാരയ്ക്ക് ഒഴിവാക്കിയിട്ടുണ്ടല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. പായസത്തിൽ പഞ്ചസാര ഇടാതെ കുടിക്കാൻ പറ്റൂ, അതുപോലെ ചില ജ്യൂസുകളിലൊക്കെ നമുക്ക് പഞ്ചസാര ആവശ്യമാണ്. ഇനിയിപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ ഒഴിവാക്കട്ടോ. അപ്പോൾ അതാ കണ്ടല്ലോ നമ്മളെ ഡ്രിങ്ക് നല്ല കട്ടിയാണ് കേട്ടോ, കണ്ടോ തെളിഞ്ഞൊന്നുമല്ല ഇരിക്കണത്, നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള ഡ്രിങ്കാണ്. ഇനി നമുക്കിതേക്ക് എന്ത് ചെയ്യാം, കുറച്ച് ചിയാ സീഡൊന്ന് കുതിർത്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചുകൂടി ഐസ് ക്യൂബൊക്കെ ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനതാ ഐസ് ക്യൂബൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, പലർക്കും ഡൗട്ട് തേങ്ങാപ്പാൽ റെഡിയാക്കുമ്പോൾ തേങ്ങാപ്പാൽ മുകളിൽ പൊങ്ങി നിൽക്കില്ലെന്നാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രിങ്കൊക്കെ നമ്മൾ നോമ്പ് തുറക്കുന്ന ഒരു 10 മിനിറ്റ് മുന്നേ സെറ്റാക്കി എടുത്താൽ മതി. ഒരുപാട് സമയമൊക്കെ തണുപ്പിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് അടിച്ചെടുത്താൽ മതിയല്ലോ. നല്ല തണുപ്പുണ്ടാവും, നല്ല രുചി ഉണ്ടാവും. അപ്പോഴാണ് നമുക്ക് നല്ല കളറോട് കൂടിയൊക്കെ കുടിക്കാനും പറ്റുള്ളൂ. കുറച്ച് ചിയാ സീഡ് കുതിർത്തിട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ചേർക്കാം. ചിയാ സീഡ് ചേർക്കുമ്പോൾ ക്ഷീണത്തിനൊക്കെ നല്ല ആക്കാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ചിലർ ഇതിൽ പുതിനയില ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പുതിനയിലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്
ഒരു 2 ഇല, ഒരുപാടൊന്നും ചേർത്തിട്ട് കുത്തുന്ന രൂപത്തിലാക്കിയെടുക്കരുത്. 1 2 ഇല മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പുതിനേൻ്റെ ആ ഒരു ചെറിയൊരു സ്മെല്ലുണ്ടാവും. ഞാനിവിടെ ചേർത്തിട്ടില്ല. നമുക്ക് ഏലക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാത്തിൻ്റെയും ഫ്ലേവറിൻ്റെ ആവശ്യമില്ല. ഇനി ജ്യൂസിനൊന്നുമില്ല എന്ന് കരുതിയിട്ട് ആരും തല പുകയ്ക്കേണ്ട. ഒരൊറ്റ നാരങ്ങയും ബാക്കിയൊക്കെ നമ്മുടെ അടുക്കളയിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളി ഡ്രിങ്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞാലും വല്ലാത്തൊരു ദാഹമാണല്ലേ. അപ്പോഴൊക്കെ നമുക്കിങ്ങനെ വലിച്ചു കുടിക്കാൻ ഇതുപോലെ ഒരുപാട് കട്ടിയില്ലാത്ത ഇതുപോലെയുള്ള ഡ്രിങ്ക്സാണ് ഒന്നും കൂടി നല്ലത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കുമാണ്. തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ഞാനിതിൽ ചിയാ സീഡ് ഇട്ടു എന്നേ ഉള്ളൂ. ഇപ്പോൾ താല്പര്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്തിട്ടും ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാം. ചിയാ സീഡ് ഇട്ടാൽ ഒന്ന് ക്ഷീണം മാറാനും, 2 നമുക്കിങ്ങനെ കുടിക്കുന്ന സമയത്ത് കിട്ടുമ്പോൾ അതിന് വേറൊരു രുചിയാണ്. കണ്ടല്ലോ, നല്ല തണുത്ത് നല്ല കൂളായിട്ടാട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതുപോലൊരു ഗ്ലാസ് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ടി വരില്ല. 1-2 ഗ്ലാസ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോഴേക്കും തന്നെ നമ്മളെ വയറൊക്കെ ഫില്ലാവും. പിന്നെ നമ്മൾ ഒരുപാട് നാരങ്ങ നീരൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കണ്ടല്ലോ, കുറച്ചേ ചേർക്കുന്നുള്ളൂ. സംഭവം അതെല്ലാം അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട്, ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാനും നിങ്ങളാരും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.